എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നാളികേരത്തിന് വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നാളികേരം ഒഴിവാക്കി കുറുകിയ ചാറിൽ നല്ല രുചിയോട് കൂടിയുള്ള മീൻകറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ കറി തയ്യാറാക്കി എടുക്കാനാണെങ്കിലോ അധികം സമയമൊന്നും തന്നെ വേണ്ട. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള ചാളക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ചാളക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചേരുവകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. 50 ഗ്രാം കൊച്ചുള്ളിയും 4 പച്ചമുളകും 2 തക്കാളിയും 1 കഷ്ണം ഇഞ്ചിയും 6 കാശ്മീരി മുളക് കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. കാശ്മീരി മുളകിന് പകരമായിട്ട് എരിവെള്ള മുളകും എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കൊച്ചുള്ളിക്ക് പകരമായിട്ട് സവാളയും ചേർക്കാവുന്നതാണ്. ഇഞ്ചി എടുത്തിട്ടുള്ളത് ഇതുപോലൊരു കഷ്ണമാണ്. ഇനി നമുക്ക് ഈ കൂട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കാണിച്ച ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഓരോ ചേരുവകളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമേ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, കൂടെ തന്നെ കൊച്ചുള്ളി മുഴുവനും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കാശ്മീരി മുളക് കൂടി ചേർക്കാം. കാശ്മീരി മുളകിന് വലിപ്പം കൂടിയത് കൊണ്ട് ഞാനൊന്ന് 2ആയിട്ട് ഭാഗിച്ചാണ് എണ്ണയിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചേരുവകളൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതുവരെയാണ് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതും. നമുക്ക് ഈ ചേരുവകൾ വഴറ്റിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചേരുവകൾ നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകത്തിലെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടാറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു കറിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നല്ല ക്രീമി ടെക്സ്ചറിൽ ഞാനിതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്ത എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് അരച്ച പേസ്റ്റ് കൂടി ചേർക്കണം. ഇനി ഒരു തവി ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് വഴറ്റിയും കൂടി എടുക്കണം. മസാലകളൊക്കെ നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുള്ളത് കൊണ്ട് അധികം ഒന്നും മുരിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു സമയത്ത് 1 കിലോ മത്തി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വഴറ്റുന്ന അരപ്പിലേക്ക് കറിക്ക് ആവശ്യമായ കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കല്ലുപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് ഒരു തുള്ളി പോലും നാളികേരം ചേർത്തിട്ടില്ല, എങ്കിലും നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമുക്കിവിടെ അരച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറി ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയാൽ കറിക്ക് ആവശ്യമായ കുടംപുളി ചേർക്കാം. ഞാനിവിടെ കുടംപുളിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മാങ്ങയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. പുളിയും ചേർത്തിട്ട് ഇപ്പോൾ കറി നല്ല പോലെ തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ച കറിയെ ഒന്നുകൂടി മൂടി തുറന്നിളക്കി കൊടുത്തതിന് ശേഷം ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചാളയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഞാനിന്ന് ചാളയാണ് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു മീൻ വെച്ചിട്ടും ഇതുപോലൊരു കറി തയ്യാറാക്കാൻ പറ്റുന്നതാണ്. മീനും ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം കറി ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഒരു 2 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കേണ്ടതും. അങ്ങനെ ഒരു 4 മിനിറ്റിന് ശേഷം ഞാൻ ഈ കറിയുടെ മൂടി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കറി നല്ല പോലെ തിളച്ച് നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഈ കറിയിലേക്ക് ഒരു തുള്ളി പോലും നാളികേരം ചേർത്തിട്ടില്ല, എങ്കിലും നാളികേരം അരച്ച് വെച്ച പോലെ തന്നെയാണ് കറി ഇരിക്കുന്നതും. നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 കറിവേപ്പിലയും 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണയും 2 പച്ചമുളക് കൂടി ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ മൂടി ഒന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ കറിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, വളരെ കുറുകിയ ചാറോട് തന്നെയാണ് നമ്മുടെ കറി ഇവിടെ തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കളർ തന്നെയാണ് നമ്മുടെ കറിക്ക് കിട്ടിയിട്ടുള്ളതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു കറിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.